നമുക്ക് ഇവിടുന്ന് പ്രധാനപ്പെട്ട ലാസ്റ്റ് ഇയർ നീറ്റ് എക്സാമുകൾക്ക് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2017 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം. ഒരു ഡയോഡ് റെസിസ്റ്റൻസ് ഫിഗർ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദി ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് റിവേഴ്സ് ബയാസ്. ഏതാണ് അതിലെ ഫോർവേഡ് ബയാസ്ഡ് എന്ന് നമുക്ക് നോക്കാം, റിവേഴ്സ് ബയാസ്ഡ് ഏതാണെന്ന് നോക്കാം. നോക്കൂ, ഇങ്ങനെയല്ലേ ഒരു ഫിഗർ തന്നിട്ടുള്ളത്. ആ ഫിഗർ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയാണ്. ഇവിടെ 0 വോൾട്ട് ആണ്, ഇവിടെ എത്രയാണ്? -2 വോൾട്ട് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണോ റിവേഴ്സ് ബയാസ്ഡ് ആണോ എങ്ങനെയാണ് നോക്കേണ്ടത്? ഇവിടെ നമുക്കൊരു ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് നെഗറ്റീവ് പാർട്ടാണ്, ഇത് ഡയോഡിന്റെ പോസിറ്റീവ് പാർട്ടാണ്. ഈ നെഗറ്റീവ് പാർട്ടിൽ നിന്നും ഒരു ഇലക്ട്രോൺസ് ഇവിടുന്ന് നെഗറ്റീവ് റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് വരുന്നു, ഡയോഡിന്റെ ഉള്ളിലേക്ക് കൂടെ കടന്നു വരുന്നു. സോ ഡയോഡിന്റെ ഉള്ളിലോട്ടാണ് വരുന്നതെങ്കിൽ ഇലക്ട്രോൺസ് ഒഴുകുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അങ്ങനെയാണെങ്കിൽ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണോ റിവേഴ്സ് ബയാസ്ഡ് ആണോ? ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഓക്കെ, സോ ദ ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, വി ക്യാൻ സീ അനദർ ഫിഗർ. നോക്കൂ, രണ്ടാമത്തെ ഫിഗർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന രണ്ടാമത്തെ ഫിഗർ. ഇവിടെ -4 വോൾട്ട് ആണ് തന്നിട്ടുള്ളത്, അതേപോലെ ഇവിടെ -3 വോൾട്ട് ആണ്. ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണോ റിവേഴ്സ് ബയാസ്ഡ് ആണോ? ഇവിടെ ഇലക്ട്രോൺസ് -3 എന്ന് പറയുന്നതിൽ നിന്ന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് ചെല്ലാൻ സമ്മതിക്കില്ല. അപ്പൊ നെറ്റ് എഫക്ട് ഇങ്ങോട്ട് വരും. സോ ദാറ്റ് ഈസ് വാട്ട്? റിവേഴ്സ് ബയാസ്ഡ്. എപ്പോഴും ആലോചിച്ചാൽ മതി, ഇലക്ട്രോൺസ് ഫ്ലോസ് ഫ്രം എവിടുന്ന്? ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ഹിയർ ഇറ്റ് ഈസ് ഹയർ, സോ ലോവർ ടു ഹയർ. ഹിയർ ഹയർ, ദിസ് ഈസ് ലോവർ ടു ഹയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിഗർ നോക്കൂ. ഹിയർ -2 വോൾട്ട്, ഇത് റെസിസ്റ്റൻസ് R ആണ്, പിന്നെ തന്നത് +2 ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ കിടക്കുന്ന ഒരു ഇലക്ട്രോൺ ഇതിനെ കൊണ്ട് അട്രാക്ട് ചെയ്യപ്പെടും, ഇതുകൊണ്ട് റിപ്പൽ ചെയ്യും. സോ അഗൈൻ വാട്ട്? റിവേഴ്സ് ബയാസ്. ക്ലിയർ? സോ ലാസ്റ്റ് ഫിഗർ നോക്കൂ. ലാസ്റ്റ് ഫിഗറിൽ എന്താണ് തന്നുള്ളത്? ഹിയർ 5 വോൾട്ട്, ഇവിടെ എത്രയാണ്? 3 വോൾട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ കിടക്കുന്ന ഇലക്ട്രോണിന് ഇങ്ങോട്ട് വരും. സോ ഇലക്ട്രോൺസിനെ ലോവർ നായറിലേക്ക് കൊടുക്കും. അതായത് ഈ ഇലക്ട്രോൺസ്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുന്നു, ആ നെഗറ്റീവ് പാർട്ടിലെ ഇലക്ട്രോൺസ് 5ലേക്ക് വരുന്നു. സോ ഇറ്റ് ഈസ് അഗൈൻ റിവേഴ്സ് ബയാസ്ഡ്. സോ ഔട്ട് ഓഫ് ദിസ് ഈസ് ഓൺലി ഫോർവേഡ് ബയാസ്ഡ്. ക്ലിയർ? സോ ഇതൊരു പ്രീവിയസ് ഇയർ 2017 ചോദിച്ച ഒരു നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും പ്ലസ് മൈനസുമായി കണക്ട് ചെയ്യാനുള്ള ലോജിക് അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. For a common emitter transistor amplifier, the audio signal voltage across the collector resistance 2 kilo ohm is 4 volt. If the current amplification factor is 100 and input base resistance is 1 kilo ohm, then what input voltage signal? Previous year ആയിട്ടുള്ള ഒരു നീറ്റിന് 2016 ചോദിച്ച നീറ്റ് ക്വസ്റ്റ്യൻ ആണത്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? വോൾട്ടേജ് നമുക്കറിയാം, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. This is RC. ഇങ്ങനെയാണ് എമിറ്റർ. ഇതിന്റെ ബേസിക് ഫിഗർ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കലക്ടർ റെസിസ്റ്റൻസ്. ഇത് ഇവിടെ അല്ലേ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കലക്ടർ. ഇതിന് ഞാൻ VC എന്ന് കൊടുക്കുകയാണ്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കലക്ടർ റെസിസ്റ്റൻസ് VC ഈക്വൽ ടു വാട്ട്? അതെന്താണ്? IC RC ആണ്. അത് എത്ര വോൾട്ട് ആണ്? 4 വോൾട്ട് തന്നിട്ടുണ്ട്. RC ആൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് RC? RC is the collector resistance. അത് എത്രയാണ്? 2 കിലോ ഓം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കാണാം? IC കാണാം. വാട്ട് ഈസ് IC? IC is equal to what? 4/2 kilo ohm 10⁻3. That is equal to 2 into 10⁻³ IC കിട്ടി. നമുക്ക് കാണേണ്ടത് ഇൻപുട്ട് സിഗ്നൽ ആണ്, VI ആണ് കാണേണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം ബീറ്റ is equal to what? IC/IB. Therefore IB is equal, അപ്പോൾ ഇതിൽ നിന്ന് IB എങ്ങനെ കാണാം? IB is equal to what? IC/ബീറ്റ. IC/ബീറ്റ എന്ന് പറഞ്ഞാൽ അതാണ് IB. That is equal to what? IC എത്രയാണ്? IC എന്ന് പറയുന്നത് 2 into 10⁻³ ആണ്. അപ്പോൾ 2 into 10⁻³ divided by 100. Therefore IB is equal to 2 into 10⁻⁵. IB കിട്ടി. ഇനി ഇൻപുട്ട് സിഗ്നൽ എങ്ങനെ കാണാം? VI is equal to what? IB/RB. അതാണ് ഇൻപുട്ട് സിഗ്നൽ. RB തന്നിട്ടുണ്ട്. Therefore VI is equal to what? IB യോടെ കിട്ടിയില്ല. 2 into 10⁻⁵ into RB എത്രയാണ്? 1 kilo ohm 10⁻3. Therefore input voltage is equal to 2 into 10⁻². That is equal to 0.02 clear volt. Previous year question ആണ് നീറ്റിന്റെ. ക്ലിയർ ആയോ?
ഇങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഞാനിപ്പോ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2017 ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്, 2016 ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അടുത്തത് നമുക്ക് നോക്കാം. 2013 ഒരു പ്രാവശ്യം നീറ്റ് നടന്നിരുന്നു. ആ നീറ്റ് ക്വസ്റ്റ്യനിൽ NCERT ടെക്സ്റ്റിലുള്ള ഒരു ഫിഗർ ആണത്. വിച്ച് ഡയോഡ് ഈസ് വിച്ച് ഗേറ്റ് ഈസ് ദിസ്? ഏത് ഗേറ്റ് ആണ് ഇത്? വൈ ഏതാണ്? ക്ലിയർ? ഏത് ഗേറ്റ് ആണ് ഇത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പൊ ഇതെന്താണ്? എ ബി ബാർ ആണോ? ആൻഡ് ബി ഹോൾ ബാർ ആൻഡ് ഗേറ്റ്. അപ്പൊ ഇതും എന്താണ്? എ ബി ബാർ. ഇതും എന്താണ്? എ ബി ബാർ. അപ്പൊ ഫസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഇതിലൂടെ ഒരു എ ബി ബാർ വരും. എ ബി ബാർ ആൻഡ് എ ബി ബാർ ഹോൾ ബാർ. ക്ലിയർ? ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണാം. നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുക, ഇവിടെ ഇതിന്റെ ന്യൂമറിക്കൽ ഇതിന്റെ ട്രൂത്ത് ലേബിൾ 0 1 കൊടുത്ത് ചെക്ക് ചെയ്ത് ഫൈനൽ ഏതിന് മാച്ച് ആകുന്നോ ആ രീതിയിലും കാണാം. മറ്റൊരു മെത്തേഡ് ആണിത്. ഇവിടെ നമ്മളൊരു തിയറി പറയുന്നു, ഡിമോർഗാൻസ് തിയറം. ഡിമോർഗാൻസ് തിയറം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓർ ബി ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദ ലൈൻ ചേഞ്ച് ദ സൈൻ. ഏതാ ലൈൻ ബ്രേക്ക് ചെയ്യുക? എ ബാർ. ചേഞ്ച് ദ സൈൻ എ ബാർ ബി ബാർ. ക്ലിയർ? സോ എ ബാർ ആൻഡ് ബി ബാർ. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ദ ലൈൻ ചേഞ്ച് ദ സൈൻ. അപ്പൊ ഇവിടെ എന്ത് വരും? അപ്പൊ എ ആൻഡ് ബി ഹോൾ ബാർ എന്ത് വരും? എ ബാർ ഓർ ബി ബാർ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് കിട്ടും? ബ്രേക്ക് ദ ലൈൻ ചേഞ്ച് ദ സൈൻ. അപ്പൊ എന്ത് കിട്ടും? y is equal to what? എ ബി ഡബിൾ ബാർ. ഒരു ബാർ ആൾറെഡി ഇവിടെ ഉണ്ട്, ഇതിനെ ബ്രേക്ക് ചെയ്തു. ഓർ എ ബി ബാർ, ഒരു ബാറിനെ ബ്രേക്ക് ചെയ്ത് ഒരു ബാർ. എ ഡബിൾ ബാർ രണ്ട് പ്രാവശ്യം കോംപ്ലിമെന്റ് ചെയ്താൽ എന്ത് കിട്ടും? എ ബാർ ബാർ എ ബാർ എ ബാർ അഗൈൻ ബാർ is equal to same one. Therefore AB or AB or AB is equal to what? 1 or 1 is equal to 1 AB. So the gate is what? AND gate. 2013 നീറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Clear? Okay. Then we can go to the another question. Next question. 2015 നീറ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. The input signal of a common emitter amplifier voltage. ഒരു ഇൻപുട്ട് സിഗ്നൽ ആണ് തന്നിട്ടുള്ളത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ. അതിന്റെ വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? 150 ആണ് തന്നുള്ളത്. ഇൻപുട്ട് സിഗ്നലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Vi is equal to what? 2 cos 50t plus pi by 3. ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ്. നമുക്ക് തന്ന സർക്യൂട്ട് ഏതാ? കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ? വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? 150 തന്നിട്ടുണ്ട്. VO by VI. അങ്ങനെയാണെങ്കിൽ VO is equal to what? AV into VI. എത്രയാണ്? AV 150. ഇവിടെ VI എത്രയാണ്? മാക്സിമം വാല്യൂ 2 ആണ്. That is equal to 300 ആണ്. അപ്പൊ നമുക്ക് VO എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 300 into വാല്യൂ എഴുതണം. cos 15t plus pi by 3. ബട്ട് കോമൺ എമിറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? there is a phase difference. ഒരു പൈ ഫേസ് ഡിഫറൻസ് ഉണ്ട് എക്സ്ട്രാ. അതുകൊണ്ട് പൈ പ്ലസ് 5/3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പൈ പ്ലസ് ഒരു പൈ ബൈ 3 കൂടി കിട്ടും. എവിടുന്നാണ് ഈ പൈ വന്നത്? there is a phase difference, 180 phase difference. Therefore V is equal to 300 cos 50t plus 4 pi by 3. This is the answer. Clear? This is a previous year NEET question 2015. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ കറന്റ് ഒഴുകുന്നു, റിവേഴ്സ് ബയാസ്ഡിൽ കറന്റ് ഒഴുകുന്നില്ല. ഐഡിയൽ ഡയോഡിന്റെ കേസ്. ഐഡിയൽ ഡയോഡിന്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. എല്ലാ വർഷത്തെ നീറ്റിലും ഐഡിയൽ ഡയോഡിന്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, മൂന്ന് ഗേറ്റ് ആണ്. ഒരു ആൻഡ് ഗേറ്റ്, രണ്ട് ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റും ഒരു നാൻഡ് ഗേറ്റുമാണ്. ABC തന്നിട്ടുണ്ട്. യു ഹാവ് ടു കാൽക്കുലേറ്റ് Y. കണ്ടീഷൻ ഇതാണ്. 2016 നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടീഷൻ ഇതാണ്. ഫസ്റ്റ് ABC 0, എല്ലാം 0 ആണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് ABC 1 കൊടുക്കണം. അപ്പൊ നമുക്ക് കൊടുക്കാം. എല്ലാം 0 കൊടുത്താൽ എന്ത് കിട്ടും? ഇവിടെ 0, ഇവിടെ 0, 0 0 വന്നാൽ 1.
കാരണം ഇത് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റിൽ 0 1 വന്നാൽ 1 ആണ്. ഓക്കെ, 1. അടുത്തതിൽ ഇത് 1 കൊടുത്തു, അപ്പൊ ഇവിടെ എത്ര കിട്ടി? 1 കിട്ടി. ഇവിടെ 1 കൊടുത്തു, അപ്പോഴും എന്ത് കിട്ടി? ഇവിടെ 1 വന്നു, 1 വന്നു, ഇവിടെയും 1 വന്നു, 1ഉം 1ഉം വന്ന് 0. ക്ലിയർ? അപ്പൊ ഫസ്റ്റിലെ ഈ രണ്ടും 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 0 വന്നു. 0 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 1 കിട്ടും. നാൻഡ് ഗേറ്റ് ആണ്. ആൻഡിനെ റിവേഴ്സ് ചെയ്തു. ഇനി ഇവിടെ 1 കൊടുത്തു, 1 കൊടുത്തു, ഇവിടെയും 1 കൊടുത്തു, അപ്പൊ എന്ത്? ഇവിടെ 1 വന്നു, 1 വന്നു, 1ഉം 1ഉം വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 1ഉം 1ഉം വന്നാൽ 0 വന്നു. സോ ഔട്ട്പുട്ട് ഈസ് 1 0. ഓക്കെ, ഇത് 2016 നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഓക്കെ, സോ ഇനി നമുക്കിതിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഫിഗർ V0 is the junction when no battery is connected across the junction. V0 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. V0 is the junction, no battery is connected across the junction. എന്നാൽ ആ ഫിഗറിൽ ഏതാണ് ഫോർവേഡ് ബയാസ്ഡ്, ഏതാണ് റിവേഴ്സ് ബയാസ്ഡിന്റെ ഫിഗർ എന്നുള്ളതാണ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫിഗർ ഇങ്ങനെയാണ് തന്നുള്ളത്. ദിസ് ഈസ് V0. ഇവിടെ ഇങ്ങനെയാണ് തന്നുള്ളത് V0. then another one this way. ഓക്കെ, നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. എങ്ങനെയാണ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ഇൻ ദ ഫിഗർ V0 is a junction when no battery is connected across the junction. ബാറ്ററി കണക്ട് ചെയ്യാത്തുമ്പോഴതാണ് V0. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നില്ല 1 and 3 both corresponding to forward bias junction, forward reverse എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാം. നമുക്ക് ആ ഫിഗറിൽ ഇതാണ് V0, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. when no battery connected ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ഫിഗറുകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ഇത് 2 ആണ്, ഇത് 1 ആണ്. ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ എന്താണ് സംഭവിച്ചത്? വോൾട്ട് കൂടുകയാണ് ചെയ്തത്. ആണോ? വോൾട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വോൾട്ട്, ഇത് ബാരിയർ വോൾട്ട് ആണ്. ഇത് ബാരിയർ വോൾട്ടിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്, ഇത് ബാരിയർ വോൾട്ടിനേക്കാൾ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? 3 കറസ്പോണ്ടിങ് ടു ഏതായിരിക്കും? ഇത് ബാരിയർ എന്നുള്ളതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇതുള്ളതിൽ നിന്നും കൂടിയിട്ടുണ്ട്. അപ്പൊ ബാരിയറിൽ നിന്നും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ബാരിയർ കുറഞ്ഞു വരികയാണ് ഇതിൽ. V0 എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് ബാരിയർ. അപ്പൊ ഇവിടെ 3ൽ ബാരിയർ കുറഞ്ഞു വന്നു, ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വന്നു. 1ൽ ബാരിയർ പൊട്ടൻഷ്യൽ കൂടി വന്നു. ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ കറന്റ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് അതേത് ബയാസ്ഡ് ആണ്? ഫോർവേഡ് ബയാസ്ഡ്. ഈ ഒന്നാമത്തത് ഏതാണ്? റിവേഴ്സ് ബയാസ്ഡ്. ക്ലിയർ? So 1 is reverse biased junction and 3 is forward biased junction, 2 is unbiased junction. Okay, clear? Next question. You can see the figure. In the circuit shown, if the diode voltage drop is 0.3 volt, voltage difference between A and B. It is a previous year question. ഒരു ഡയോഡ് ഇങ്ങനെ വരുന്നു. ഡയോഡിലൂടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, then again a resistor ഉണ്ട് B. ഇതിലൂടെ A, ഇതിന്റെ എത്രയാണ്? 5 കിലോ ഓം ആണ്. ഇതും എത്രയാണ്? 5 കിലോ ഓം ആണ്. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, നോക്കാം. നിങ്ങൾക്ക് ആ ഫിഗർ കാണാം. ദാറ്റ് ഈസ് C. ഇത് കണക്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് അതിന്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല. ഇതിലൂടെ ഒഴുകി വരുന്ന എത്രയാണ്? 0.2 മില്ലി ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ A ആൻഡ് B ആണ് കാണാൻ പറഞ്ഞത്. ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഞാൻ അതിനെ V1 എന്ന് കൊടുക്കുന്നു. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്, അതുകൊണ്ട് നോ എനി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഹിയർ. V is equal to what? 0 ആയിരിക്കും. ഓക്കെ, പക്ഷെ ഈ ഡയോഡിന് വളരെ നെഗ്ലിജിബിൾ ആണ്. ഐഡിയൽ കേസിലാണ് 0, പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 0.3 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ I into R, 5 കിലോ ഓം. 5 into 10 raised to 3 into R എത്രയാണ്? 0.2 into 10 raised to -3. Okay, that is equal to what? 5 into 0.2, that is 1 volt. So here also 1 volt. Therefore 1 plus 0.3 plus 1, that is total is 2.3 volt. Clear? So the option is 2.3 volt. Clear? Okay. We can go to the next question. Question number 3. Here a circuit തന്നിട്ടുണ്ട്. Truth table of that circuit we have to calculate. നോക്കാം ആ സർക്യൂട്ടിന്റെ ഷേപ്പ് എങ്ങനെയാണ്. This is one AND gate. Here again an AND gate. Then
here A, then there is a NOT gate here. ഇനി ഈ ഗേറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ കണക്ഷൻ ഉണ്ട്, ബി ഉണ്ട്, ഇത് എ ആണ്. ഇനി ഇതിൽ നിന്നും ജമ്പിൾഡ് ആണ്, ഇങ്ങനെ വന്നിട്ട് ഈ ഉണ്ട്. ഇതിന് രണ്ടിന്റെയും കൂടി കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഒരു ആൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് കാണേണ്ടത്. രണ്ട് രീതിയിലാണ് ചെയ്യുക. ഒന്ന് ബൂളിയൻ അൽജിബ്ര വെച്ച് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ എന്നുള്ള ഒരു മെത്തേഡ്. അതിനേക്കാൾ നല്ലത് നിങ്ങൾ വാല്യൂ കൊടുക്കുക, 0 0 കൊടുക്കുക. നമുക്ക് ഔട്ട്പുട്ട് എഴുതാം എ ബി വൈ. രണ്ടും 0 0 കൊടുത്താൽ ഇവിടെ എന്താണ് 0, ഇവിടെ എന്താണ് വരിക 1 വരും, ഇവിടെയും 0. അപ്പൊ ഇവിടെ എന്തായാലും 0 ആണ്, ഉറപ്പാണ്. ഇവിടെയും ഒരു 0 ആണ്. 0 വന്നു കഴിഞ്ഞാൽ ഷുവർ 0 0 then 0 ഷുവർലി 0. ക്ലിയർ? രണ്ടാമത്തെ 0 1 എന്ന് കൊടുത്തു, ഇവിടെ 0 കൊടുത്താൽ 0 തന്നെ. അപ്പൊ ഇവിടെ എന്തായാലും 0. ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആകണം. അപ്പൊ ഇവിടെ എന്തായാലും 0 ആയി. ഇവിടെ 1 ആണ് കൊടുത്തത്. 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 കൊടുത്താൽ ഈ 1 ഇവിടെ എത്തിയിട്ടുണ്ട്, 1. അപ്പൊ ഇവിടെ 1 ആയിട്ടുണ്ട്. കാരണം ഈ 0 നോട്ട് കൂടെ കടന്നു വന്ന 1 ആയി. ഇവിടെ അല്ലെങ്കിൽ 1 ആണ്, 1 0, അപ്പോഴും 0 0 1 0. അടുത്തത് ഇത് 1 കൊടുത്തു, ഇത് 0 കൊടുത്തു, അപ്പോഴും എന്തുണ്ട്, ഇവിടെ ഒരു 0 വന്നു. അപ്പൊ ഇവിടെ ഷുവർ ആയിട്ടും 0 ആണ്. പിന്നെ ഇവിടെ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. സോ ഇവിടെ എന്ത് തന്നെയാണ്, എന്ത് തന്നെ ആയാലും ഇവിടെ 0 ആയിരിക്കും. സോ 1 0 0. ഇനി അടുത്തത് നോക്കൂ, നമുക്ക് ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു. ഇവിടെ 1 വന്നാൽ ഷുവർ ആയിട്ടും ഇവിടെ 0 വന്നു. 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും 0 ആയി. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് നോക്കേണ്ടതില്ല, ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ 0 1 1 വന്നാലും എന്ത് തന്നെയാണ് 0 ആണ്. സോ ഏതാണ് ആൻസർ വരുന്നത്? അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ടോ നോക്കിയേ. സോ നമ്മളെ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാ ഔട്ട്പുട്ടും 0 ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? യു ക്യാൻ ചെക്ക് ഇറ്റ് അഗൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. In the figure 14.7, figure shows the transfer characteristics of a base biased common emitter transistor. Which of the following statement are true? ഇങ്ങനെ ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിന്റെ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് VI-യും VO-യും. ഈ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് എന്ന് പറയുന്നത് ഈ റീജിയനെ പറയുന്ന പേരാണ് എന്ത്, കട്ട് ഓഫ് സ്റ്റേജ്, കട്ട് ഓഫ്. ഈ റീജിയനെ പറയുന്ന പേരാണ് എന്ത്, ആക്റ്റീവ് സ്റ്റേജ്. ഈ റീജിയനെ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സ്റ്റേറ്റ്. സാച്ചുറേറ്റഡിൽ സ്വിച്ചിന്റെ ഏതായി ആക്റ്റീവ്, ഓൺ ആയിട്ട് ആക്റ്റീവ്. കട്ട് ഓഫിൽ സ്വിച്ചിന്റെ ഓഫ് ആയി ആക്റ്റീവ്. ആക്റ്റീവിൽ സ്വിച്ച് എന്ത് ചെയ്യും, ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ ആയി വർക്ക് ചെയ്യും. അതുകൊണ്ട് ഈ ഫിഗറിൽ 0.6 മുതൽ 2 വോൾട്ട് വരെ ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. ആക്റ്റീവ് സ്റ്റേറ്റിൽ ട്രാൻസിസ്റ്റർ ഈസ് ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ. ഗോട്ട് ഇറ്റ്? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Question number 5. In an NPN transistor circuit, the collector current is 10 milliampere. If the 90% of the electrons emit reach the collector, then which of the following statement are true? ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറന്റ് എത്രയാണ് 9 milliampere. Sorry, collector current is 10 milliampere. If 90% of electron reach the collector, അങ്ങനെയാണെങ്കിൽ IC is equal to what? 95/500 of IE ആണ്. Therefore, I is equal to what? 100/95 into IC ആണ്. That is equal to 100/95 into 10 ആണ്. That is approximately 11 milliampere ആണ്. So IE 11 milliampere ആണ്. IC 10 milliampere ആണെങ്കിൽ IB is equal to what? 1 milliampere ആയിരിക്കും. Clear? So the question answer is the base current will be 95% ആണ് എത്തുന്നത്. So approximately 11.5 വരും. ഓക്കെ, 11.5 വരും. സോ ഹിയർ വാട്ട്, ഓൺലി 0. 11.5 വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് ആൾറെഡി കളക്ടർ കറന്റ് എത്രയാണുള്ളത്? Next question. In an NPN transistor, the collector current is 10 milliampere. If 90% of electron reaches the collector, then which of the statement is true?
നോക്കാം collector current എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 90% of electron reaches the collector. Therefore I is equal to 95 by 100 of I. Therefore I is equal to 100 by 95 of IC. Therefore base current of that is equal to 5 by 100 of I in a 5 by 100 മാത്രം. Okay, so 95% അങ്ങോട്ട് പോയി. Therefore collector current കിട്ടി. Therefore base current is equal to what? Therefore I is equal to what? 900 by 95 into 10 milliampere. Okay, IB is equal to what? 5 by 100 into അങ്ങോട്ട് rearrange ചെയ്ത് എഴുതിയാൽ മതി. Okay, that is 100 by 95 into IE. Okay, 95 into IC. Okay, IC that is at 10 milliampere. By solving you will be get 0.53. So option C. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In the depletion region, next question, in the depletion region of a diode there are no mobile charges. Equal number of holes and electrons exist making region neutral. Immobile charge ions exist. Yes, correct statement ആണത്. കാരണം NPN ജംഗ്ഷനിൽ Nൽ കിടക്കുന്ന ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്നു, P കിടക്കുന്ന ഹോൾസ് ഇങ്ങോട്ട് വരുന്നു, they combined, they become neutral. Okay, so all of the above. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In a semiconductor energy gap between valence band and conduction band is approximately ഏതാണ്? Nearly 1 eV. ചില ബുക്കിൽ അത് less than 3 eV എന്ന് കാണാം. Next question. The density of electrons and holes are in extrinsic semiconductors are. ഒരു extrinsic semiconductorsലെ ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി എത്രയാണ്? 10⁻15 സെന്റിമീറ്റർ ഇലക്ട്രോൺ. ആൻഡ് ഹോൾസിന്റെ ഡെൻസിറ്റി എത്രയാണ്? NH. NH ന്റെ എത്രയാണ്? 5 × 10⁻12 സെന്റിമീറ്റർ പെർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ and holes are respectively, the mobilities of electrons and holes are 23 × 10⁻3 and then the semiconductor is ഏതാണ്? മൊബിലിറ്റി നോക്കി. മൊബിലിറ്റി എന്ന മൊബിലിറ്റി എന്താണ്? നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കും, കറണ്ടിന് പഠിച്ചിട്ട് മൊബിലിറ്റി ഓഫ് ദി കാരിയേഴ്സ്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ നോക്കേണ്ടത് NE ആണോ NH ആണോ കൂടുതൽ? NH ആണ്, NE ആണ് കൂടുതൽ. Therefore this is a N type semiconductor. Okay, then question number 9. A 50 Hz AC is rectified with a full wave rectifier. What is the output frequency? Full wave rectifier ആണ്. ഇൻപുട്ട് നോക്കൂ. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ പ്രത്യേകത ഇൻപുട്ട് വേവ് ഫോം ഇങ്ങനെയല്ലേ? ദിസ് ഈസ് ദ ഇൻപുട്ട് വേവ് ഫോം. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണ്? ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഈസ് ഇൻ ദിസ് വേ. ക്ലിയർ? സോ ഇവിടെ ഒരു പീരിയോഡിസിറ്റി, ഇവിടെ 1 മോഷൻ കഴിയാ, ഇവിടുത്തെ ന്യൂ ആണ്, 1 കഴിയണം, ഇത്ര കഴിയണം. അതേസമയം ഇവിടെ ആ സമയം കൊണ്ട് 2 എണ്ണം കഴിയണം. ഷേപ്പ് ഓഫ് ദ വേവ് അല്ല നോക്കേണ്ടത്, എത്ര റിപ്പീറ്റേഷൻ ഉണ്ട്. ഇവിടെ ഇതായപ്പോഴേക്കും റിപ്പീറ്റേഷൻ വന്നില്ലേ? അപ്പൊ ഇവിടെ ഒരു വേവ് ആയപ്പോൾ ഇവിടെ 2 വേവ് വന്നു. അപ്പൊ ഇവിടുത്തെ ഫ്രീക്വൻസി 50 ആണെങ്കിൽ ഫുൾ വേവിന്റെ എത്രയായിരിക്കും? ന്യൂ ഈസ് ഈക്വൽ ടു 100 ആയിരിക്കും. ക്ലിയർ ആണോ? ഹാഫ് വേവിന്റെ ആണെങ്കിൽ അത് 50 തന്നെയായിരിക്കും. ക്ലിയർ? ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ our answer is 50. 50 അല്ല 100. The next question. P-type material is created by using P-type material is created by using dopant. ഏതാണ്? P-type ആണ്. ഏത് എലമെന്റ് ആണ്? ഏതാണ്? Trivalent impurities or acceptor impurities or 13th group element. മൂന്നും ആൻസർ കറക്റ്റ് ആണ്. Then question number 11. The knee voltage of an PN junction diode is 0.8 volt and width of the depletion, not a width of the depletion layer is 2 micrometer. What is the electric field in the depletion layer? Electric field കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിപ്ലീഷൻ ലെയറിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് VB/D. Therefore VB എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 0.8 by D എത്രയാണ്? മൈക്രോമീറ്റർ ആണ്. 2 മൈക്രോമീറ്റർ. So E/D this മുകളിലേക്ക് പോകും. Therefore 0.4 into 10⁻, മൈക്രോ എന്നുള്ള 10⁻6 ആയി മാറും. Okay, therefore that is mega. Therefore answer is 0.4 megavolt per meter. Okay, so this is the high electric field is formed near the junction. Got it? Okay, then next question. In a NPN transistor the emitter current is, ഒരു NPN transistorലെ emitter current എങ്ങനെയാണ്? Slightly more than the collector current. കാരണം നമുക്കറിയാം emitter current IE is equal to IB plus IC.
എപ്പോഴും ഐ ബി വളരെ ചെറുതാണ്. therefore I is approximately equal to IC. therefore IE greater than IC ആയിരിക്കും. ക്ലിയർ? so our option is C, slightly more than the collector current. Then 13th question is a previous year NEET question. What is the voltage gain of a common emitter where the input resistance 3 ohm and load resistance 24 and beta 0.6? Not this numerical, similar type. Okay. Therefore, we want to calculate the voltage gain. Voltage gain AV എന്താണ്? ബീറ്റ ഇൻറ്റു വാട്ട്? RO by RE. ഈ ROക്ക് പകരം RL ലോഡ് റെസിസ്റ്റൻസ് ഒന്ന് യൂസ് ചെയ്യാറുണ്ട്. എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബീറ്റ എത്രയാണ് തന്നിട്ടുള്ളത്? ബീറ്റ is equal to 0.6 ആണ്. 0.6 ഇൻറ്റു വാട്ട് ഈസ് RO? RO എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് റെസിസ്റ്റൻസ് 24 by R ഇൻ എന്താണ് തന്നുള്ളത്? 3 ആണ് തന്നുള്ളത്. Okay, that is equal to 8. Therefore, 8 into 0.6, that is equal to 4.8. Okay, so answer is 4.8. Got it? Okay, clear? Then next question. An oscillator is nothing but an amplifier. It is a positive feedback amplifier. It's a theoretical statement ആണ്. കാരണം ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ആകണമെങ്കിൽ നോക്കാം, ഇതൊരു ഓസിലേറ്ററിന്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഒരു RF ആംപ്ലിഫയറിൽ നിന്നും, ആംപ്ലിഫയർ ആണ്, ആംപ്ലിഫയറിൽ നിന്നും ഔട്ട്പുട്ട് എടുത്ത് എവിടേക്ക് കൊടുക്കാൻ? ഫീഡ്ബാക്ക് ചെയ്ത് വീണ്ടും ഇവിടെ കൊടുത്ത് കൊടുക്കുകയാണ്. ഇവിടെ കൊടുത്ത് കൊടുക്കുമ്പോൾ ഓരോ സമയത്തും ആംപ്ലിഫയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് കൊണ്ട് LC സർക്യൂട്ടിൽ ലോസ് ആകുന്നുണ്ട്. ആ ലോസ് ആകുന്നതിന് നമ്മൾ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടല്ലോ, ഇവിടെ ഒരു LC ഓസിലേഷൻ, നിങ്ങളൊരു LC സർക്യൂട്ട് കണ്ടിട്ടുണ്ടാവും. LC സർക്യൂട്ട് L റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ സമയത്തും ഹീറ്റ് എനർജി ലോസ് ഉണ്ട്. ആ ഹീറ്റ് എനർജി ലോസ് ഉള്ളതിനെ ഡാമ്പിംഗ് എന്ന് പറയുന്നു. ആ ഡാമ്പിങ്ങിനെ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ? ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, ഇങ്ങനെയാണ് നമ്മളെ കയ്യിലുള്ള വേവ്. ഇതിനെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കണ്ടേ? ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ഇത് ഏതാണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ബൂസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഏത് ഫീഡ്ബാക്കാ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ആംപ്ലിഫയറിനെ ബൂസ്റ്റ് ചെയ്യാനാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ positive feedback circuit. Clear? Okay. അടുത്തത്, the power amplification factor of a common emitter is 22,110. Its current gain is 67. Internal resistance is 200 ohm. What is the value of output resistance? Okay, not internal resistance, input resistance. That is mean power gain AP is equal to what? AP is equal to 22110. Power gain is equal to what? Beta square into I square RO by RE. Therefore, we want to calculate RO. RO is equal to what? RIN into 2210110 divided by beta square. Beta is equal to what? 67 square. 67 into 67. So R in resistance is already given 200 into 22110 by 67 into 67. Okay, this is the load resistance R. Clear the equation? So by solving, you will get 985. Okay, you can check it. Okay, 985. Clear? So നമുക്കിത് ചെയ്യാൻ, നമുക്ക് ഈ ഇക്വേഷൻസ് എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. Got it? Clear? Okay. Next question. Which of the following relation correctly shows the value of current amplification factor, constant emitter voltage? Current amplification factor ആണ്, common emitter ആണ്. Current amplification factor beta എന്ന് പറഞ്ഞാൽ എന്താണ്? Beta is equal to നമുക്കറിയാം output current by input current, delta IC by IB. So the option is B. Clear? Okay. Next, question number 70. In a common base transistor circuit, the current gain is 0.98. Changing the emitter current is 5 milliampere. Change in the collector current. Common base ആണ്. Common base എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആൽഫയല്ലേ? Common base എന്ന് പറഞ്ഞാൽ അതേതാണ്? ആൽഫയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.98 ആണ് തന്നിട്ടുള്ളത്. 0.98. ചേഞ്ച് ഇൻ എമിറ്റർ കറന്റ് തന്നിട്ടുണ്ട്, ഡെൽറ്റ ഐ തന്നിട്ടുണ്ട്. എന്താ ഡെൽറ്റ ഐ? ഡെൽറ്റ ഐ 5 milliampere ആണ്. നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ബേസിന്റെ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? IC by IE ആണ്. Therefore delta IC എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഇൻറ്റു ഡെൽറ്റ ഐ ആണ്. Therefore ചേഞ്ച് ഇൻ കളക്ടർ കറന്റ് എന്ന് പറഞ്ഞാൽ 0.98 into 5 milliampere ആണ്.
സോ 0.98 into 5 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ 98% ഓഫ് 5 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.9 മില്ലി ആംപിയർ. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ചെറിയ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക, പക്ഷെ തിയററ്റിക്കൽ ബേസും പുതിയ ഇക്വേഷൻസും പറഞ്ഞാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, the next question. The truth table are given below for a gate A and B, input C output. Which of the will obey the truth table? 0 0 ക്ക് 1, 0 1 ന് 1, 1 0 ക്ക് 1, 1 1 ന് 0. It gate is what? NAND gate ആണ്. NAND gate ന്റെ truth table നമുക്കറിയാം. എന്താണ് logic of NAND gate? NAND gate, if all inputs are high, then only the output is low. Clear? If all inputs are high, then only the output is low. That is the NAND gate. Next question number 19. Which of the following is the universal gate? ഏതാണ് universal gate? NAND and NOR are called universal gate because we can construct all other gate by using NAND and NOR. NAND and NOR use ചെയ്ത് നമുക്ക് എല്ലാ ഗേറ്റും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. So it is called what? Universal gate. Next question, question number 20. The electrical conductivity of a semiconductor increases when an electromagnetic radiation of 1125 nanometer incident on it. Then band gap energy of semiconductor is. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും when ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു 1125 ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ. then band gap energy, ഒരു സെമി കണ്ടക്ടറിന്റെ എനർജി ഗ്യാപ്പിലേക്ക് അതിനേക്കാൾ ഈക്വലന്റോ അതിൽ ഗ്രേറ്റർ ആയോ എച്ചിന് വന്ന് വീണാൽ കഴിഞ്ഞാൽ മാത്രമാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുന്നത്. കാരണം വാലൻസ് ബാൻഡ് കിടക്കുന്ന, നമ്മൾ ഫോട്ടോ ഡയോഡിൽ പറഞ്ഞു, വാലൻസ് ബാൻഡ് കിടക്കുന്ന ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കയറി പോകുന്നു. അപ്പൊ നോക്കൂ, അവിടുത്തെ കണ്ടീഷൻ എന്താ? എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു ഇ ജി. നമുക്കിവിടുത്തെ ഇ ജി ആണ് കാണേണ്ടത്. എച്ച് സി എത്രയാണ്? ഇ വിയിലാണ് കാണേണ്ടത്. എച്ച് സിയുടെ വാല്യൂ നമുക്ക് എത്രയാ? 1240 ഡിവൈഡഡ് ബൈ 1125. ഓക്കെ, that is 1240 nm ev by 125 nm. Clear? So we get what? So our value become band gap is equal to approximately എന്താണ് കിട്ടുന്നത്? നമുക്ക് 1125 ഉം 1240 ആണ്. So approximately we get nearly 0.9 ev. Next question. In a common base mode transistor, the collector current is 5.488 milliampere. The emitter current is 5.6 milliampere. The value of current amplification factor. Common base മോഡിലാണ്. Common base മോഡിലാണ് നമുക്ക് കാണേണ്ടത് emitter current, the value of current amplification factor ആണ്. Common base mode of transistor ആണ്. The collector current IC തന്നിട്ടുണ്ട്. What is IC? 5.488 milliampere ആണ്. And also തന്ന മറ്റൊരു കണ്ടീഷൻ എന്താണ്? കളക്ടർ കറന്റ് തന്നിട്ടുണ്ട്, then എമിറ്റർ കറന്റ് IE തന്നിട്ടുണ്ട്. What is IE? IE is equal to 5.6 മില്ലി ആംപിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? നമുക്ക് കാണേണ്ടത് വാല്യൂ ഓഫ് കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ്. പക്ഷെ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കൂ, ഇവിടെ കോമൺ ബേസ് ആണ് മോഡ്, അതിന്റെ വാല്യൂ ആണ് തന്നുള്ളത്. പക്ഷെ നമുക്ക് വാല്യൂകൾ എല്ലാം തന്നെ ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അപ്പൊ നമ്മളോട് ചോദിച്ച കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫയല്ല ബീറ്റയാണ്. അത് ഓപ്ഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക, ബീറ്റയാണ്. സോ വാട്ട് ഈസ് ബീറ്റ? ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 5.488 ഡെൽറ്റ IC ബൈ 5.6 minus 5.488. Okay, by using this equation you can solve the value. Clear? Okay, mathematics okay you can do. The next question, question number 22. In a transistor circuit, the base current is increased by 50 microampere, keeping the collector voltage at 2 volt. The collector current is increased by 1 milliampere. Then the current gain of the transistor. Base current is increased, that is delta IB is equal to what? 50 microampere. And also delta IC is equal to what? 1 milliampere. Then what is beta? Beta is equal to what? 50. Beta is equal to 1 into 10 raised to minus 3 milli divided by 50 into 10 raised to minus 6. Cancel here, you can do it. That is equal to 10 raised to 3 by 50. That is equal to what?
1000 by 50. Okay, 1000 by 50. You do it. The next question. A common emitter amplifier is designed with. A common emitter amplifier is designed with NPN transistor alpha is equal to 0.99 and the impedance is 1 kilo ohm and load is 10 kilo ohm. Then voltage gain is common emitter ആണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം, കോമൺ എമിറ്റർ ആണെങ്കിൽ ആൽഫ 0.99 തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ബീറ്റ കാണണം, എന്നിട്ടേ ചെയ്യാവൂ. ക്ലിയർ? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ബീറ്റ? അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആൽഫ ആയിരിക്കും തന്നിട്ടുണ്ടാകുക, നമുക്ക് അതിൽ നിന്ന് ബീറ്റ കാണണം. വാട്ട് ഈസ് ബീറ്റ? ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. That is equal to 0.99 divided by 1 minus 0.99. Okay, that is equal to what? 90.99 divided by, that is 0.01. Clear? So we get what? Beta. ഇനി ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത്? Then the voltage gain ആണ് ചോദിച്ചിട്ടുള്ളത്. Voltage gain how can calculate? Voltage gain AV is equal to what? AV is equal to beta into RO by RE. That is equal to RO by R in എത്രയാണ്? R in എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇൻപുട്ട് 1 കിലോ ഓം ആണ്, ഔട്ട്പുട്ട് 10 കിലോ ഓം ആണ്. Therefore is equal to RO by R in is equal to what? RO by R in is equal to എത്രയാണ്? 10 കിലോ ഓം by 1 കിലോ ഓം ആണ്. This cancel, therefore 10. Okay, therefore AV is equal to what? Beta നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.99 divided by arrange ചെയ്യാം 0.01 into 10. Okay, this is the answer. Voltage gain. Another question. The current gain of a common base NPN transistor is 0.96. What is the current gain if I use it as common emitter? That is equal to current gain common in alpha is 0.96. It's a repeated question. Therefore, what is beta? Beta is equal to 0.96 divided by 1 minus 0.96. Clear? Okay, this is the data. That is equal to 0.96 divided by 0.04. Okay, so that is a value. The last question. In a forward biased PN junction diode, the collector current is of the order of ഏതാണ്? Forward biased PN junctionil diode collector is called of the order of milliampere ആണ്. പ്രാക്ടിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻ ആണ്, milliampere ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡയോഡുമായി വ്യത്യസ്ത ക്വസ്റ്റ്യൻ ചെയ്തു, അതായത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിന്റെ ബേസിക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലെ തന്നെ ട്രാൻസിസ്റ്ററുമായി ക്വസ്റ്റ്യൻ ചെയ്തു. 3 ക്വസ്റ്റ്യൻ ആണ് പൊതുവെ ചോദിക്കാറ്. യു ക്യാൻ ചെക്ക് ഇറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസിൽ വന്ന ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ഫിഗർ, ദിസ് എ ഡയോഡ്, ഹിയർ റെസിസ്റ്റൻസ് R1 10 ohm, ഹിയർ ഡയോഡ് D1, here 10 volt, here diode D1 D2. Then what is the current flowing through the circuit? A simple question, previous year question ആണ്. നോക്കാം, ഇവിടെ ഈ ഡയോഡ് D2 റിവേഴ്സ് ബയാസ്ഡ് അല്ലേ? റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് അതിലൂടെ കറന്റ് ഒഴുകില്ല. കറന്റ് ഒഴുകുന്നത് ഇതിലൂടെ മാത്രമാണ്. ഐഡിയൽ ഡയോഡ് ആണ്. ഐഡിയൽ ഡയോഡ് ആകുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്, അതുകൊണ്ട് കറന്റ് മുഴുവനായിട്ട് ഒഴുകും. Therefore what is the current? ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? 10 by ടോട്ടൽ റെസിസ്റ്റൻസ് R മാത്രമേ ഉള്ളൂ. ഈ ആറിന് എഫക്റ്റ് ഇല്ല, കാരണം ഈ ആറിന് എഫക്റ്റ് ഇല്ലാത്തതിന് കാരണം ഈ ബ്രാഞ്ചിലൂടെ കറന്റ് ഒഴുകില്ല. Therefore 10 by 10 that is equal to 1 ampere. Clear? Okay, this type question previous year നീറ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ബുക്ക് വായിക്കുക, ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ആൾ. ഓക്കെ.